കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ചെട്ടിനാട് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ മസാലയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള കുറച്ച് ഗ്രേവി മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കൂടുതലും പെപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ചെട്ടിനാട് ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാം ചിക്കനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചെട്ടിനാട് ചിക്കൻ മസാല പൗഡർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. 2 ഉണക്കമുളക് ചേർക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, ഇത്രയും ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഈ മല്ലിയുടെയൊക്കെ ഒരു പച്ച കുത്തങ്ങ് മാറി കിട്ടിയാൽ മതി. ഞാനൊരു 2 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കാം. തണുത്തിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെട്ടിനാട് മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. അടച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 3 കഷ്ണം പട്ട ചേർക്കാം. ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 3 കഷ്ണം പട്ട. ഇതിലേക്കൊരു 3 ഏലക്കായ് ചേർക്കാം. 4-5 ഗ്രാമ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായിട്ട് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ വലിയ സവാള 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം ചേർക്കണം. സവാള ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. സവാള നല്ലോണം സോഫ്റ്റായിട്ട് ചെറുതായിട്ട് കളർ മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അങ്ങനെ നമ്മുടെ സവാള ഇവിടെ ഏകദേശം നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ചേർത്തിട്ട് ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. കുരുമുളക് ധാരാളം ചേർക്കുന്നുണ്ട്, പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്തിട്ട് തക്കാളി വീണ്ടും നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല പൗഡർ മാത്രമേ ആവശ്യമുള്ളൂ. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. മുഴുവൻ ചിക്കനും ചേർത്തിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് സമയമെങ്കിലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി ചിക്കൻ്റെ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരണം. അതുപോലെ അത്രയും നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ ഏകദേശം മാറി വന്നതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടയ്ക്കിടെ പാത്രം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അടിയിൽ അങ്ങനെ പിടിക്കില്ല. ഇതുപോലുള്ള കാസ്റ്റ് അയൺ പാത്രം, അലുമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം.
ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത മസാലപ്പൊടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് സമയം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 1/2 കപ്പ് വരെ വെള്ളം ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒരു 5 മിനിറ്റ് സമയം കൂടി ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഈ നമ്മൾ ചേർത്ത മസാലയും ചിക്കനും ഒക്കെ കൂടി ഒന്ന് യോജിച്ച് വരും. ചിക്കൻ ഒന്നുകൂടി നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇതുപോലെ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇനി ഇതിലൊന്നും ചേർക്കാനൊന്നും തന്നെ ഇല്ല. നമുക്കിതിന് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. റൊട്ടിയുടെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ്. തിക്കായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് റൈസിനേക്കാളും ഒന്നുകൂടി നല്ല രുചി ഉണ്ടാവുക ഏതെങ്കിലും റൊട്ടിയുടെ കൂടെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. Thank you.